നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗൾഫ് ബാച്ചിന്റെ കീഴില് നമ്മുടെ നമ്മുടെ FTA അതോറിറ്റിയുടെ കീഴിലേക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കോർപ്പറേറ്റ് ടാക്സ്, അതായത് ഡയറക്ട് ടാക്സ് ആയിക്കോട്ടെ ഇൻഡയറക്ട് ടാക്സ് ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഒറ്റ പോർട്ടലിൽ തന്നെയാണ് നമ്മൾ അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോവാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു UAE വാറ്റിന്റെ കീഴിൽ, അതായത് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന ടാക്സിന്റെ കീഴിലേക്ക് നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പോർട്ടലിലേക്ക് നമ്മളൊരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ആവണം. അതിനുശേഷം വാറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഒരു രജിസ്ട്രേഷൻ കൂടി നമ്മൾ എടുത്തു കൊടുക്കണം. വാറ്റിനും കോർപ്പറേറ്റ് ടാക്സിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് ആണ് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഫസ്റ്റ് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? പിന്നീട് ഒരു കൺഫ്യൂഷൻ വരരുത് എന്തുകൊണ്ടാണ് രണ്ട് രജിസ്ട്രേഷൻ പഠിക്കുന്നതെന്നുള്ളത്. ഒന്ന്, നമ്മളൊരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ക്രിയേറ്റ് ആവണം. അതിനുശേഷം നമ്മൾ വാറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വിസിബിൾ ആണോ എന്ന് പറയണേ. നമ്മൾ പ്രാക്ടീസ് പോർട്ട് വെച്ചിട്ടാണ് ഇത് ലേൺ ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്രാക്ടീസ് പോർട്ടിലേക്ക് ഞാനൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡേ. സ്ക്രീൻ വിസിബിൾ ആണോ എന്നൊന്ന് പറയണേ. ഞാൻ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. കാണാവോ? കാണാം. ഓക്കെ, അപ്പം ഇവിടെ പ്രാക്ടീസ് പോർട്ടിൽ നമുക്ക് വാറ്റ് എന്നുള്ളത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നിന്നും നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാൽക്കൺ ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പൊ അവർക്ക് വാറ്റ് സിസ്റ്റംസിൽ ഒരു രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സിപ്പ് ഫയൽ ആയിരിക്കും. അത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡൗൺലോഡ് ഓൾറെഡി ചെയ്തു. എന്നിട്ട് അതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതൊന്ന് റണ്ണായി ഓപ്പൺ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സിപ്പ് ഫയൽ കിട്ടുന്നത്. ഇതാദ്യം തന്നെ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തേക്കുക. എക്സ്ട്രാക്ട്. ഓക്കെ, ഇതിനകത്ത് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഒന്ന്, ഫാൽക്കൺ ടെക്കിന്റെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഡീറ്റെയിൽസ്. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രാക്ടീസ് പോർട്ടിൽ ലോഗിൻ ആയോ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അത് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫാൽക്കൺ ടെക്കിന്റെ ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അർജുൻ മെഹ്ത്ത എന്ന് പറയുന്ന ബിസിനസ് ഓണർ ആണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ നമ്മളാണ് അവർക്ക് വേണ്ടി ഈ ഒരു രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു ലോഗിൻ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ലോഗിൻ ചെയ്ത് UAE വാറ്റിന്റെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇവര് ക്രോസ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ത്രെഷോൾഡ് ലിമിറ്റ് ആണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. സോ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ് ഇവർ ഓപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പറഞ്ഞു പോവാം. ആദ്യം തന്നെ ഇവരുടെ യൂസർ ID വെച്ചിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ യൂസർ ID ഒന്ന് കോപ്പി ചെയ്യാം. പ്രാക്ടീസ് പോർട്ടിൽ വരുന്നു, ലോഗിൻ ID ആഡ് ചെയ്ത് കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഫാൽക്കണറ്റ് 123 ആണ് പാസ്വേഡ് വരാം. അത് ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. പാസ്വേഡിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോഗിൻ കൊടുക്കാം. അതൊന്ന് ലോഗിൻ ആയി വരട്ടെ. നമുക്കിവിടെ ബിസിനസിന്റെയും അതുപോലെ അവരുടെ എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇവിടെ അർജുൻ മെഹ്ത്ത എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഫാൽക്കൺ ടെക് എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കയ്യിൽ ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഡേറ്റാസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇതിൽ ഫുള്ള് നമുക്ക് ചെയ്യാനുള്ളത് ഡേറ്റ എൻട്രി ആണ്. അപ്പൊ ഞാനിവിടെ ഫാൽക്കൺ ടെക്കിനെ ഒന്ന് ഓപ്പൺ ചെയ്തു, ഒന്ന് വ്യൂ ചെയ്ത് കൊടുത്തു. ടാക്സബിൾ പേഴ്സൺ ആയിട്ട് അവർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് വാല്യൂ ആഡഡ് ടാക്സിലേക്ക് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കാം. സോ ഞാൻ ഇവിടുന്ന് വ്യൂ കൊടുക്കുകയാണ്. അതൊന്ന് കറങ്ങി വന്നോട്ടെ കേട്ടോ. കുറച്ചൊരു ലാഗ് ഉണ്ട്, കുറച്ചൊരു ക്ഷമ വേണം നിങ്ങൾക്ക്. പ്രാക്ടീസ് പോർട്ട് ആയതുകൊണ്ടാണ്. റിയൽ വെബ്സൈറ്റിൽ അങ്ങനെ ലാഗ് ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, മേ ബി നമുക്ക് എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് കുറെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത്, അതുകൊണ്ടാണ്. അപ്പം ഇതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. അപ്പം ഇത് ഓപ്പൺ ആയി വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനീനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ UAE വാറ്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ബിസിനസിന്റെയും അതുപോലെ നമ്മുടെ എൻറ്റിറ്റിയുടെയും കംപ്ലീറ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ ലൈസൻസ് ഡീറ്റെയിൽസ്, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ഡീറ്റെയിൽസ്,
കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്ത് ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. സോ നമുക്ക് ഇത് ഓപ്പൺ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് ലാഗ് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നോ? നെറ്റ്വർക്കിന്റെ ആണോ എന്നുള്ളത് അറിയില്ല. പ്രാക്ടീസ് സ്പോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ പ്രീവിയസ് ഡേയില്? ഉണ്ടായിരുന്നു. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്ത് നോക്കിയായിരുന്നോ ആൽഫ ട്രേഡിംഗിൻ്റെത്? വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. ഓക്കെ, ഓപ്പൺ ആയി വന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ കുറച്ച് സ്ക്രീനൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ടത് വാറ്റ് ആണ്. സോ വാറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ വാല്യൂ ആഡഡ് ടാക്സിൽ നോട്ട് രജിസ്റ്റേർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ആ ഒരു സൈറ്റിലത്തെ നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിൽ റിക്വയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്ത സർവീസസ് കൊടുത്തിട്ടുണ്ടാവും. ഇനി രജിസ്ട്രേഷൻ ഓവർവ്യൂ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ഗ്രൂപ്പ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് വീണ്ടും ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെ, ഒരു മിനിറ്റ്. അപ്പൊ ഓരോന്നിലേക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് ആണ് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവിടെ ഇതിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഈ ഒരു നിങ്ങൾക്ക് വരുന്ന ആ ഒരു സ്ക്രീനിൽ നിന്നും വാല്യൂ ആഡഡ് ടാക്സിന്റെ അവിടെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എന്നുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ആക്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വാറ്റിലേക്ക് ഇവര് രജിസ്റ്റർ ചെയ്തെടുക്കുക. ഇതൊന്നും ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഞാൻ കൊടുക്കട്ടെ. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ് ആക്ഷൻ കൊടുത്തു, അവിടെ രജിസ്റ്റർ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ആക്ഷന്റെ താഴെ നിങ്ങൾക്ക് നിലവിൽ നമ്മളിപ്പോ ഇത് ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനും ഇതേപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ ഞാൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഓപ്പൺ ആയി വന്നോട്ടെ കേട്ടോ. ഓരോ ടാബുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു ലാഗ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ടാക്സബിൾ പേഴ്സന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഫയലുകളാണ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഒന്ന് ഒരു വേർഡ് ഫയലും, രണ്ടാമത്തത് കുറച്ച് ഒരു ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം സാമ്പിൾ ഡോക്യുമെന്റുകളാണ്. ഓക്കെ, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ഡോക്യുമെന്റുകളായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക. പേര് ലേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ടല്ലോ, സമയം മറന്നുപോയോ ക്ലാസിന്റെ? ഒന്ന് ഓപ്പൺ ആയി വന്നോട്ടെ കേട്ടോ. ഇവിടെ നമുക്ക് ഒരു 7 സ്റ്റെപ്പുകളാണ് വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനില്ല. ഈ 7 സ്റ്റെപ്പും കംപ്ലീറ്റ്ലി പ്യുവർലി ഡേറ്റ എൻട്രി മാത്രമേ ചെയ്തു കൊടുക്കാനായിട്ടുള്ളൂ. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് എന്റിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടുന്ന് എന്റിറ്റി ഡീറ്റെയിൽസ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബിസിനസ് എന്റിറ്റിയുടെ പേര് കൊടുക്കണം. എന്റിറ്റി ടൈപ്പ് നാച്ചുറൽ പേഴ്സൺ ഇൻഡിവിജ്വൽ ആണ് എന്റിറ്റി ടൈപ്പ് വരെ, അത് ഓൾറെഡി സെലക്ടഡ് ആണ്. എന്തെങ്കിലും അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ട്രേഡ് നെയിം ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അറബിക്കിലും നമ്മൾ കൊടുക്കണം. ഓക്കെ, ട്രേഡ് നെയിമിനകത്ത് നമ്മൾ ഇംഗ്ലീഷിലും അറബിക്കിലും നമ്മൾ നെയിം കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന നെയിം എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ പേഴ്സൺ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പേര് ആരുടെ ആയിരിക്കും? ബിസിനസിന്റെ നെയിം അല്ല, നമ്മുടെ പ്രൊപ്പറേറ്ററുടെ നെയിം ആയിരിക്കും. സോ അർജുൻ എന്നുള്ള നെയിം ഫസ്റ്റ് നെയിം കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് മെഹ്ത്ത എന്നുള്ള പേരാണ്. സോ ആ പേര് ലാസ്റ്റ് നെയിം ആയിട്ട് ആഡ് ചെയ്തു. ഇതേ സെയിം കാര്യം തന്നെ അറബിക്കിലും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. സോ അതൊന്ന് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. നെയിം, ലാസ്റ്റ് നെയിം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും കൊടുക്കാനായിട്ടുണ്ട്. സോ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 15/7/1988 ആണ്. സോ ഇതൊന്ന് 1988 ആക്കി നമുക്ക് മാറ്റാം.
ഇവര് ഒരു UAE റെസിഡന്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, നോൺ റെസിഡന്റ് ആണെങ്കിൽ നോ കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമ്മളൊരു റെസിഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആവണം. സോ യെസ് കൊടുത്തു. എമിറേറ്റ്സ് ID ചോദിക്കുന്നുണ്ട്. ആളുടെ എമിറേറ്റ്സ് IDയുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, എമിറേറ്റ്സ് IDയുടെ നമ്പർ കൊടുക്കാം. ഇനി എമിറേറ്റ്സ് ID എക്സ്പയർ ആവുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് കൊടുക്കാം. ഓക്കെ, എക്സ്പയറി ഡേറ്റ് നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 36/2029 ടൈപ്പ് ചെയ്യാം. 36/2029. ഇനി നമ്മളോട് ഇവിടെ കോപ്പി ഓഫ് എമിറേറ്റ്സ് ID അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡഡിനകത്ത് അർജുൻ മെഹ്തയുടെ എമിറേറ്റ് IDയുടെ സാമ്പിൾ ഫയൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റിയൽ ആയിട്ട് കൊടുക്കുമ്പോൾ സാമ്പിൾ ഫയൽ അല്ല കൊടുക്കേണ്ടത്, ഒറിജിനൽ ഡോക്യുമെന്റ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഞാനിപ്പം ഇവിടുന്ന് ആ ഒരു ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഒന്ന് എടുത്തോട്ടെ. ഇത് ഡൗൺലോഡ്സിൽ പോകുന്നു. ഡൗൺലോഡ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. ഫാൽക്കന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡഡ് എടുക്കുന്നു. അതിൽ നിന്നും അർജുൻ മെഹ്തയുടെ ആ ഒരു എമിറേറ്റ്സ് IDയുടെ സാമ്പിൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൺട്രി ഓഫ് നാഷണാലിറ്റി, ഇയാള് ഇന്ത്യയിലുള്ള ആളാണ്. കറന്റ്ലി ഇയാൾ UAE ഇപ്പം റെസിഡന്റ് ആയിട്ടുള്ളത്. സോ ഇയാളുടെ പാസ്പോർട്ട് ഇഷ്യൂയിങ് കൺട്രി ഇന്ത്യ ആണ്. ഡേറ്റ് ഓഫ് ഫസ്റ്റ് സപ്ലൈ ഇൻ UAE ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ആ ഒരു ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1/4/2023. 1/4/2023. ഓക്കെ, ഇനി ഇയാളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് കൊടുക്കണം. എനിക്ക് ഇവിടുന്ന് അത് ചൂസ് ചെയ്തെടുക്കാം. അർജുൻ മെഹ്ത പാസ്പോർട്ട് സാമ്പിൾ. പാസ്പോർട്ടിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് 20/11/2031. 20/11/2031. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ചോദിക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫാൽക്കൺ ടെക്കിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സാമ്പിൾ ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സും അതിന്റെ ലിസ്റ്റ് ഓഫ് ഡേറ്റാസും ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇത് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളാ ചോദിക്കുന്നത്. നമുക്ക് ഒരു ട്രേഡ് ലൈസൻസ് UAE ഉണ്ടോ? അതായത് നമ്മുടെ ബിസിനസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇനി കൊടുക്കാൻ പോകുന്നത്. നമുക്ക് UAE ട്രേഡ് ലൈസൻസ് ഉണ്ട്. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആണ്. സോ അത് ഞാനൊന്ന് കോപ്പി ചെയ്തു. ഇവിടെ ദുബായ് അക്കാഡമിക് സിറ്റി ആ കിടക്കുന്നത്. അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക് നിങ്ങൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. ട്രേഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ട്രേഡ് ലൈസൻസ് നമ്പർ ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 5/3/2025 ആണ്. 5/3/2025. അതിന്റെ എക്സ്പയറി ഡേറ്റ് 4/3/2026. 4/3/2026. ഇനി നമ്മുടെ ട്രേഡ് നെയിം എന്ന് പറയുന്നിടത്താണ് എന്ത് കൊടുക്കേണ്ടത്? നമ്മുടെ ഈ ഒരു ഫാൽക്കൺ ടെക്കിന്റെ പേര് കൊടുക്കേണ്ടത്. സോ ഞാൻ ഇവിടുന്ന് ഈ ഒരു ട്രേഡ് നെയിം അല്ലെങ്കിൽ ബിസിനസ് നെയിം കോപ്പി ചെയ്തു ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അറബിക്കില് ഓപ്ഷണൽ ആണ്, ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ട്രേഡ് ലൈസൻസിന്റെ കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫയൽ എടുക്കുക. അവിടുന്ന് ട്രേഡ് ലൈസൻസിന്റെ കോപ്പി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ട്രേഡ് ലൈസൻസിന്റെ സാമ്പിൾ തന്നിട്ടുണ്ട്. സാമ്പിൾ ഫയൽ ചൂസ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആഡ് ബിസിനസ് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് പോവാം. അപ്പൊ കറന്റ് നമ്മൾ ആ ഒരു രീതി നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഈ പ്ലസ് ബട്ടൺ നമുക്ക് വർക്ക് ആവാത്തത്. ഓക്കെ, അപ്പം ഇവിടെ വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഓക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? അത് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി സിവിൽ ഏവിയേഷൻ ഇൻഫർമേഷൻ സർവീസസ് ആണ്. സോ നമുക്ക് ഇവിടെ അതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. സിവിൽ ഏവിയേഷൻ ഇൻഫർമേഷൻ സർവീസ്. ഓക്കെ, ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കറന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് മാത്രം വെച്ചാൽ മതി. അപ്പം ആക്ടിവിറ്റി മാത്രം, ഇൻഡസ്ട്രി മാത്രം കൊടുത്തു. ആക്ടിവിറ്റിയോ ബാക്കി ഗ്രൂപ്പിൻ മെയിൻ ഗ്രൂപ്പോ സബ് ഗ്രൂപ്പോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല.
ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു 7 സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്യുവർലി എല്ലാ ഡീറ്റെയിൽസും ഡേറ്റാസും അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആടെന്നാണോ ലാസ്റ്റ് കൊടുക്കണ്ടേ? ആടുന്നൊരു ഓപ്ഷൻ കിട്ടും, അത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കാര്യം മാത്രമേ നമ്മളെ തന്നിട്ടുള്ളൂ നിലവില്, ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ പേര് മാത്രം സെലക്ട് ചെയ്ത് താഴെ വരുമ്പം ആഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കും, അതിനകത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ വാറ്റിന്റെ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് അറിയണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഈ ഡിക്ലറേഷൻ ഒക്കെ നമ്മുടെ മന്ത്ലി സെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ടേൺ ഓവർ ഒക്കെ എത്രമാത്രം ക്ലോസ് ചെയ്തു, അതിൽ ബേസിസിലുള്ള ഡീറ്റെയിൽസും അതിന്റെ സ്കാൻഡ് കോപ്പീസും ആണ് നമ്മൾ ഇതിനകത്ത്, ആ ഡോക്യുമെന്റ്സിന്റെ സ്കാൻഡ് കോപ്പീസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് please download that template and then upload it after filling taxable supplies details as mentioned in the template. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റിൽ കിട്ടും. അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ഫിൽഡ് ടെംപ്ലേറ്റ് കൊടുത്താൽ മതി. ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, റിയൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ അത് ഇറവ് കാണിക്കും കേട്ടോ. ടെംപ്ലേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ ഇപ്പം നമ്മുടെ അതിനകത്ത് വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മന്ത് എമൗണ്ട്, ക്യുമുലേറ്റീവ് എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ മാസം എത്രയാണ് നമ്മൾ സപ്ലൈ നടത്തിയത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു അപ്ലോഡ് ഫീൽഡ് ടെംപ്ലേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ടാക്സബിൾ സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഒരു ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. റിയൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ടാക്സബിൾ സപ്ലൈ ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ടാക്സബിൾ സപ്ലൈസ് എന്നുള്ള ഫോം ഞാനൊന്ന് എക്സൽ ഫയൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, അപ്ലോഡ് ചെയ്തു. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഫയലിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് ലാസ്റ്റ് 12 മന്ത്സിന്റെ ടാക്സബിൾ സപ്ലൈസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയി വരാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തത് കൊടുക്കാനുള്ളത് നമ്മുടെ ടാക്സബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതും നമുക്ക് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്താണ് ഫിൽ ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ അതിന്റെ സാമ്പിൾ കോപ്പീസ് തന്നിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ടാക്സബിൾ എക്സ്പെൻസസ്, അപ്പം ഓരോ മാസവും നമുക്ക് എത്രമാത്രം ടാക്സബിൾ എക്സ്പെൻസസ് വന്നു എന്നുള്ളത് ഇവിടെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ ബേസിസിൽ എമൗണ്ടുകൾ വരും. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളത് അപ്ലോഡ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ് PDF version of the uploaded Excel template with the signature and the seal of authorized signatory. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം PDF ആയിട്ട് സൈൻഡ് കോപ്പീസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഇവിടെ ഒരു ഡോക്യുമെന്ററി പ്രൂഫ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ നമ്മുടെ കയ്യിൽ കരുത്തിയിട്ടുണ്ടാവണം. സോ നമുക്ക് അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡേറ്റാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിയൽ ആയിട്ടുള്ള കേസിലാണെങ്കിൽ ആരാണോ ഈ രജിസ്ട്രേഷൻ ചെയ്യാനിരിക്കുന്നത് അവരാണ് ഈ ഫയലുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടുന്ന് അതിന്റെ പ്രൂഫ് ഒന്ന് ഡൗൺലോഡ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡേ. മാം ഇപ്പൊ ഏതാ അപ്ലോഡ് ചെയ്യുന്നേ? നമ്മളിപ്പോ കൊടുത്ത ടാക്സബിൾ സെയിൽസിന്റെ നമ്മുടെ ഇൻവോയ്സിന്റെ സാമ്പിൾ ഡേറ്റ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. സെയിൽസ് ഇൻവോയ്സ് വെച്ചിട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എത്രമാത്രം നമുക്ക് ടേൺ ഓവർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ പർച്ചേസ് ഓർഡറും നമ്മുടെ കോൺട്രാക്ടിന്റെയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ്, എന്തിന്റെയൊക്കെയാ, പർച്ചേസ് ഓർഡേഴ്സ്, കോൺട്രാക്ട്, അത് ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ടാവും. പർച്ചേസ് ഓർഡർ, കോൺട്രാക്ടിന്റെ സാമ്പിൾ ഫയൽ ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓപ്പൺ കൊടുത്താൽ മതി, അത് ആഡ് ആയിക്കോളൂ കേട്ടോ. ഇനി സ്കാൻഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ്, സാമ്പിൾ എക്സ്പെൻസസ് ഇൻവോയ്സസ്, സാമ്പിൾ എക്സ്പെൻസസ് ഇവിടെ തന്നിട്ടുണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. തന്നിട്ടില്ലേ ഇപ്പത്തെ?
ഓക്കെ, ഇവിടെ സൈൻഡ് സാമ്പിൾ ആണ് കൊടുക്കേണ്ടത്. ഒരു സെക്കൻഡ്, ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇൻവോയ്സ് സാമ്പിൾ അല്ല, സൈൻഡ് ഡോക്യുമെന്റ് അല്ലേ കൊടുക്കേണ്ടത്. ഇവിടെ സാമ്പിൾ എക്സ്പെൻസസ് ഇൻവോയ്സസ് കൊടുക്കാം. ചെക്ക് ചെയ്യട്ടെ. അടുത്തത് കൊടുക്കേണ്ടത് സാമ്പിൾ സെയിൽസ് ഇൻവോയ്സ്. ഇവിടെയാണ് നമ്മുടെ സെയിൽസ് ഇൻവോയ്സിന്റെ ഡേറ്റ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സാമ്പിൾ സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്, സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ 4 കാര്യങ്ങളിനകത്ത് ഇത് മാത്രം നമ്മൾ ഓതറൈസ്ഡ് സിഗ്നറ്ററി സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി പ്രൂഫ് വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതെല്ലാം നമ്മുടെ എക്സ്പെൻസ് ഇൻവോയ്സിന്റെ സാമ്പിളും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഇൻവോയ്സിന്റെ സാമ്പിള്, പർച്ചേസ് ഓർഡറിന്റെ സാമ്പിള്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സാമ്പിൾ എന്ന് പറയുന്നത് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള ഡേറ്റ വേണം കൊടുക്കാൻ. ഇനി നമ്മളിവിടെ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നത് വോളണ്ടറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വമേധയാ തന്നെ വിത്തൗട്ട് ഒരു നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യാണ്, രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 1,87,000 ആയിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ റിയൽ കേസിൽ ഇവര് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ഇവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാതെ വേറെ വഴിയില്ല. സോ അവർ നിർബന്ധമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ്, മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഓൾറെഡി നമ്മുടെ പ്രാക്ടീസ് പോർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വോളണ്ടറി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഇവര് 1,87,500 ആവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി അങ്ങനെ എടുക്കാത്തവര് എന്ത് ചെയ്യും, കുറച്ച് നാളും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും അവർ എടുക്കുമോ എന്നുള്ളത്. ഇല്ലെങ്കിൽ അവരോട് പറയും ഇത്ര എമൗണ്ട് ആവാറായിട്ടുണ്ട്, നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തോളൂ എന്ന് പറയും. അതിനെയാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ എന്ന് പറയുക. അപ്പം ഇത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് നമ്മുടെ പ്രാക്ടീസ് പോർട്ടിൽ ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ രീതിയിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത ഡേറ്റ് ഏതാണ്, രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണ്. അത് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് 4/1/2025. സോ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, 4/1/2025. ഇനി റീസൺ ഫോർ ചേഞ്ച് ഇൻ ഒബ്ലിഗേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ ഗ്രോത്ത് ആണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടായി, നമ്മുടെ ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കയറി ഹൈക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാതെ പറ്റില്ല. സോ അത് തന്നെ റീസൺ കൊടുക്കാം. ഇനി നമ്മുടെ രജിസ്ട്രേഷൻ റിക്വസ്റ്റഡ് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം, 15/4/2025. ഓക്കെ, അടുത്തത് റീസൺ ഫോർ എയർലി രജിസ്ട്രേഷൻ അലൈൻ വാറ്റ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റാർട്ട് ഓഫ് ന്യൂ ഫൈനാൻഷ്യൽ ക്വാർട്ടർ. അപ്പൊ നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാനുള്ളതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വാറ്റിന്റെ കാര്യങ്ങളുമായിട്ട് അലൈൻ ചെയ്ത് പോകാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്നത്. ഇനി വാറ്റ് ഓൺ എക്സ്പെൻസസ് എക്സ്പെക്ടഡ് ടു എക്സീഡ് വാറ്റ് ഓൺ സപ്ലൈസ്. നമ്മുടെ എക്സ്പെൻസസിന്റെ എമൗണ്ടും നമ്മുടെ ടാക്സബിൾ സപ്ലൈഡ് എമൗണ്ടും ഒക്കെ ഈ ഒരു ടേൺ ഓവർ ലിമിറ്റ് കടക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എക്സംപ്റ്റ് സപ്ലൈസ് നടത്തുമെന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോന്ന്, അതായത് ടാക്സബിൾ സപ്ലൈസ് മാത്രമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് നമ്മൾ നടത്താറുണ്ടോ? എസ് കൊടുക്കാം. ഡു യു വിഷ് ടു അപ്ലൈ ഫോർ ആൻ എക്സെപ്ഷൻ ഫ്രം വാറ്റ്. നമ്മൾ വാറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു എക്സംഷൻ കിട്ടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോന്ന്, അതായത് കുറച്ച് എക്സംഷൻ കേസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കേസസിലൊക്കെ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്ത് പോകണം, ഈ ഒരു വാറ്റിന്റെ ആ ഒരു പ്രൊസീജിയറുമായിട്ട് അലൈൻ ചെയ്ത് പോകണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ അതും എസ് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇവിടെ ബിസിനസിന്റേതായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കാനുണ്ട്, സാമ്പിൾ ഇൻവോയ്സസിന്റെ കോപ്പീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, അതുപോലെ ഒരു ഡിക്ലറേഷൻ ലെറ്ററും കൂടി കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സിഗ്നറ്ററി സൈൻ ചെയ്തിട്ടുള്ളതാവണം. ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ ആയിരിക്കും അതിന്റെ ഓതറൈസ്ഡ് ആയിട്ട് സൈൻ ചെയ്യാൻ അതോറിറ്റി ഉള്ള ആള്. ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ കുറെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാനേജിംഗ് പാർട്ട്ണർ ഉണ്ടാവും, അവരായിരിക്കും ഓതറൈസ്ഡ് സിഗ്നറ്ററി. കമ്പനി ആണെങ്കിൽ ഡയറക്ടർ ആയിരിക്കും ഓതറൈസ്ഡ് സിഗ്നറ്ററി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബിസിനസിന്റെ ഫ്ലോ ചാർട്ടിന്റെ കോപ്പി ഒന്ന് ആഡ് ചെയ്തു. ബിസിനസ് ഫ്ലോ ചാർട്ട് ഒരു സാമ്പിൾ ഫയൽ തന്നിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മുടെ സാമ്പിൾ ഇൻവോയ്സസിന്റെ കോപ്പിയാണ്. സാമ്പിൾ ഇൻവോയ്സ് ഫാൽക്കൺ ടെക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഡിക്ലറേഷൻ ലെറ്ററിന്റെ കോപ്പി തന്നിട്ടുണ്ട്. സോ ഡിക്ലറേഷൻ ലെറ്റർ നോ സ്റ്റാൻഡേർഡ് സപ്ലൈസ്. അതായത് ഇതുവരെ നമ്മൾ വേറെ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് ഒന്നും നടത്തിയില്ല, അതായത് ടാക്സ് ഒന്നിലും ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ ആണ് കേട്ടോ നമ്മൾ ഇവിടെ കൊടുക്കുക.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് എലിജിബിലിറ്റി ഡീറ്റെയിൽസിനകത്ത്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് കൺട്രി ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ബിൽഡിംഗ് നെയിം തൊട്ട് കൊടുത്താൽ മതി. അപ്പം ബിസിനസിന്റെ പേര് അവിടെ നിൽക്കട്ടെ. ഓഫീസ് 12A മുതൽ ഓഫീസ് അഡ്രസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓഫീസ് 12A അല്ലെങ്കിൽ ഫാൽക്കൺ ബിസിനസ് ടവർ മുതൽ കൊടുക്കാം. ബിൽഡിങ്ങിന്റെ പേരും ഓഫീസിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് സ്ട്രീറ്റ് കൊടുക്കാം. ഷേഖ് സയദ് റോഡ്. ഏരിയ കൊടുക്കാം. ബിസിനസ് ബേ. സിറ്റി അബുദാബി തന്നെ കൊടുക്കും. എമിറേറ്റ്സ് അബുദാബി തന്നെ. കൺട്രി കോഡ് കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കണം. ലാൻഡ് ലൈൻ നമ്പർ കൊടുക്കണം. സോ കൺട്രി കോഡ് ഇതാണ്. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം കൺട്രി കോഡ് തന്നെ നമ്മുടെ ഇവിടെയും കൊടുത്ത് നമ്മുടെ ലാൻഡ് ലൈൻ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണ് ഇമെയിൽ ഐ ഡി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ആ ഒരു പിൻകോഡ്, പോസ്റ്റ് ബോക്സ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുണ്ട്. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പേയ്മെന്റുകൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ബാങ്ക് നെയിം കൊടുത്തു. ബാങ്കിന്റെ ബ്രാഞ്ച് നെയിം ആഡ് ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ വേണം. അക്കൗണ്ട് ഹോൾഡറിന്റെ നെയിം വേണം. അപ്പം എപ്പോഴും ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബിസിനസിന്റെ പേരിൽ തന്നെയാണ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പ്രൊപ്പറേറ്ററുടെ അക്കൗണ്ട് ഒന്നും നമ്മൾ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യാറില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ നിയമം. സെപ്പറേറ്റ്ലി അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. ബിസിനസ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കറൻസി ദിർഹംസ് ആണ്. സോ അത് കൊടുക്കുന്നു. ഇനി ബാങ്കറിന്റെ ഒരു വാലിഡേഷൻ ലെറ്റർ, നമ്മുടെ ബാങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ബിസിനസിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ഒരു വാലിഡേഷൻ സർട്ടിഫിക്കറ്റ് ബാങ്കറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കളക്ട് ചെയ്തിട്ടുണ്ടാവണം. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, എസ് കൊടുക്കാം. കസ്റ്റംസിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഉണ്ടോ, എസ് കൊടുക്കാം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം കൂടി നെക്സ്റ്റ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റാസ് എല്ലാം കറക്റ്റ് അല്ലേ, അതെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി ഏതെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഒന്ന് പോയി തിരിച്ചു പോയി കറക്റ്റ് ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാം. ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പം ഈ ഒരു വാറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റ് നോക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡഡും അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേമിന്റെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ക്ലിയർ ആണോ? അപ്പം ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 7 to അല്ലെങ്കിൽ 5 to 7 days, വിത്തിൻ ഒരു 1 to 2 വീക്സിനുള്ളിൽ മാക്സിമം നമ്മൾ കൊടുത്ത ഡേറ്റാസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യും, രജിസ്ട്രേഷൻ നമുക്ക് തരും. നമ്മുടെ TRN നമ്പർ നമുക്ക് അലോട്ട് ചെയ്ത് തരും. വാറ്റിന് വേണ്ടിയിട്ടുള്ള ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആ ഒരു പ്രൊസീജിയർ? അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ലേൺ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അതിന്റെ ഇന്റർഫേസും കണ്ട് മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ബാക്ക് ടു ഡാഷ്ബോർഡിലേക്ക് പോവാം. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാറ്റിന്റെ റിട്ടേൺ ഫയലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാനൊന്ന് ബാക്ക് അടിക്കുന്നുണ്ട്, പ്രാക്ടീസ് സ്പോട്ടിലേക്ക് തിരിച്ചു വരാം. നമുക്ക് മറ്റൊരു കമ്പനി ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് വാറ്റിന്റെ മന്ത്ലി അല്ല ആ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. അവിടെ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഓപ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടി പ്രാക്ടീസ് സ്പോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊന്ന് ബാക്ക് ആവാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക.
അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ കേട്ടോ. നമുക്ക് വാറ്റിന്റെ രജിസ്ട്രേഷൻ സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ നമ്മുടെ വാറ്റിന്റെ സ്റ്റെപ്പുകൾ, രജിസ്ട്രേഷൻ ഫയലിംഗിന്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത്? നമുക്ക് GST ഫയലിംഗിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഫർണിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും നോക്കിയിട്ട് വേണം കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻലി ഒരു ഫോമിന്റെ 2 പാർട്ടുകൾ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. ബാക്കി ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ പ്രാക്ടീസ് ബോർഡിനകത്ത് ഗൾഫ് വാറ്റ് അല്ലെങ്കിൽ വാറ്റ് ഓപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഓപ്പൺ ആവട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാവേ. കുറച്ചധികം ഡിലേ വരുന്നുണ്ട് പ്രാക്ടീസ് ബോർഡ് ഓപ്പൺ ആയി വരാനായിട്ട്. ഇവിടെ നിന്ന് വാറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ചെയ്യാനുള്ളത് അടുത്ത ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്. CSTR ആണ് വന്നിരിക്കുന്നത്. നോക്കട്ടെ കേട്ടോ. ഇന്ന് ഓപ്പൺ ആയി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോവാടെക് സിസ്റ്റംസ് LLCയുടെ ആണ് നമുക്ക് ഇനി ചെയ്തു കൊടുക്കാനുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഫയലിംഗ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു ഒറ്റ PDF മാത്രമേ ഉള്ളൂ. കുറച്ച് ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു PDF ആണ്. അത് വെച്ച് നമുക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ഡൗൺലോഡ് ആയോ നോക്കട്ടെ. ഫാൽക്കന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ഡൗൺലോഡ് ആയില്ല തോന്നുന്നു. ഒന്നുകൂടി എടുക്കട്ടെ കേട്ടോ. കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ വാറ്റ് റിട്ടേൺ ഫയലിംഗ് തന്നെയായിരിക്കും. കാരണം നമ്മളുടെ ഡീറ്റെയിൽസ് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, കാരണം ഡേറ്റ കിടക്കുന്നത് അതിനകത്താണ്. ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇത്തരം ഡീറ്റെയിൽസേ നമുക്കുള്ളൂ. നോക്കിയാൽ കാണാൻ പറ്റും. ലോഗിൻ ഡീറ്റെയിൽസ് നോവാടെക്, പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്, PRN നമ്പർ, ബിസിനസിന്റെ ടൈപ്പ്, ടാക്സ് പീരീഡ്, എമിറേറ്റ്സ് കവേർഡ്, അതായത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ ഇവർക്ക് സപ്ലൈ ഉണ്ട്, അതാണ് എമിറേറ്റ്സ് കവേർഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വാറ്റിന്റെ റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ 0% ആണ്. നിൽ റേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സംപ്റ്റഡ് സപ്ലൈനെ ആണ് കേട്ടോ. ഇനി ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, റിട്ടേൺ ടൈപ്പ് ക്വാർട്ടർലി. അപ്പൊ ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസിന്റെ ഡേറ്റ ആണ്. അത് ഓരോ ഡേറ്റ് വൈസ് ഡേറ്റ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെയിൽസ് ഉണ്ട്, വിച്ച് മീൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റഡ് സെയിൽസ് ഉണ്ട്, 0 റേറ്റഡ് ഉണ്ട്, നിൽ റേറ്റഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ തന്നെ സമ്മപ്പം തന്നിട്ടുണ്ട്, അതായത് ടോട്ടൽസും തന്നിട്ടുണ്ട്. ദുബായ് എമിറേറ്റ്സിലേക്ക് മാത്രം നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ സെയിൽസിന്റെയും ഡീറ്റെയിൽസും അതിന്റെ ടോട്ടൽ ഗ്രോസ് എമൗണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫയലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ഈ ഡേറ്റാസ് ഒന്നും ആരും തരില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം,
നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കിയിട്ട് ഡേറ്റ ചൂസ് ചെയ്ത് എടുത്ത് നമ്മൾ ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ലോഗിൻ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഓരോ ഡീറ്റെയിൽസ് നോക്കി പോവാം. novatech@123 ഒന്ന് ലോഗിൻ ആവട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് സെയിൽസ് ഡേറ്റ കൊടുത്തിട്ടുള്ളത് ദുബായ് ബ്രാഞ്ചിലതും അബുദാബി ബ്രാഞ്ചിലതും 2 എമിറേറ്റ്സിലാണ് സപ്ലൈ ഉള്ളത്. അതും 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ് സപ്ലൈസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ്ലി തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു, രണ്ടിന്റെയും ടോട്ടൽ നമ്മൾ എടുത്തു വെക്കുന്നു. ഇനി നമ്മുടെ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ക്ലെയിമബിൾ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പർച്ചേസ് ഡേറ്റയാണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈയുടെയും അതുപോലെ സീറോ റേറ്ററിന്റെ ആയിരിക്കും നമ്മൾ ഈ ഇൻപുട്ടുകൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. എക്സംപ്റ്റിന്റെ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ ഓൾറെഡി ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ പർച്ചേസ് എത്രയാണെന്നുള്ളതും അതിന്റെ ഇൻപുട്ട് വാറ്റ് എത്രയാണെന്നുള്ളതും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം. പിന്നെ ഒരു സമ്മറി ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ടോട്ടൽ സ്റ്റാൻഡേർഡ് റേറ്റഡ് സെയിൽസും ടോട്ടൽ സീറോ റേറ്റഡ്, ടോട്ടൽ നിൽ റേറ്റഡ്, ടോട്ടൽ ഇൻപുട്ട് വാറ്റ്, നെറ്റ് വാറ്റ് പേയബിൾ എത്രയാണ്, ഇത്രയും ഡീറ്റെയിൽസ് ആകെ നമുക്ക് വേണ്ടു. അപ്പം ഇവിടെ നമ്മുടെ നോവാടെക് സിസ്റ്റംസ് നമുക്ക് വ്യൂ ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു എത്ര നമ്പർ ഓഫ് ബോക്സസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാ പഠിച്ചേ, ഓർമ്മയുണ്ടോ? 15. ആ ഒരു ഡേറ്റാസ് നമ്മൾ ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടുന്ന് നമ്മൾ നോവാടെക് LLCനെ എടുത്തിട്ട് വാറ്റ് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. വാറ്റ് അതിനകത്താണ് നമ്മൾ റിട്ടേൺ ഫയലിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വാറ്റിനകത്ത് വാറ്റ് റിട്ടേൺ ഏതായിരുന്നു നമ്മൾ ഫോം പഠിച്ചത്, നോട്ട് ചെയ്തായിരുന്നോ? 201. 201 ആണ് നമുക്ക് ഇപ്പൊ ഓപ്പൺ ആയി കിട്ടുക കേട്ടോ. ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ടിലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ഇവിടെ ഓപ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1A മുതൽ 1G വരെ നമുക്ക് കുറെ കോളംസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണമെന്നാണ് പഠിച്ചത്. അപ്പോൾ എമിറേറ്റ് വൈസ് സെയിൽസിന്റെ ഡീറ്റെയിൽസ് എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ 2 എമിറേറ്റ്സേ ഉള്ളൂ, ഒന്ന് അബുദാബി ഒന്ന് ദുബായ്. അപ്പൊ ഈ 2 എമിറേറ്റ്സിലും നമ്മൾ നടത്തിയിട്ടുള്ള ടാക്സബിൾ സപ്ലൈ എത്രയാണോ അതിന്റെ ടോട്ടൽ എമൗണ്ടും ടാക്സും അതാണ് ആദ്യത്തെ 2 എണ്ണത്തിൽ നമ്മൾ ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓപ്പൺ ആയി വരട്ടെ കേട്ടോ, അപ്പൊ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടുവേ. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. മൈ ഫേവറേറ്റ്സിനകത്ത് മൈ ഫയലിങ്സ്, അവിടെ വാറ്റ് റിട്ടേൺസ് നോട്ട് ഫയൽഡ് ആണ് സ്റ്റാറ്റസ്, അത് വ്യൂ കൊടുക്കാം. വ്യൂ കൊടുക്കുമ്പോൾ ഇനി നമ്മൾ ഫയൽ ചെയ്യാനുള്ള റിട്ടേൺ ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കും, ഏത് ക്വാർട്ടറിലെ ആണെന്ന് കാണിക്കും. ഇവിടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡേറ്റിന് ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ക്വാർട്ടറും ഇതിനകത്തുള്ള ക്വാർട്ടറും നമ്മളൊരു ഡേറ്റിന് ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ റിയൽ ആയിട്ട് ചെയ്യുന്ന കേസിൽ നിങ്ങൾ കറക്റ്റ് ക്വാർട്ടറിലെ ഫയലിംഗ് അല്ലേ ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്ത് പോണേ. ഒന്ന് ലോഗിൻ ആവട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ വാറ്റ് റിട്ടേൺ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. റെഫറൻസ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൽക്കാലം പീരീഡ് ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ പീരീഡ് കാണിക്കും. അത് പക്ഷെ വേറൊരു പീരീഡ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഫയൽ ചെയ്യാനായിട്ട് ഓപ്പൺ ആണ്. സോ ഫയൽ എന്നുള്ള ആക്ഷൻ ചൂസ് ചെയ്യാം. ഇതുവരെ നമ്മൾ റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടില്ല. സോ ഫയൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടായിരിക്കാം. ആരെങ്കിലും വീണ്ടും റീജോയിൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ 2 ട്രാൻസാക്ഷനും ഉള്ള കാര്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. 2 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. മിസ്, ഇതില് നമുക്ക് RCM ഡാറ്റ തരാത്തതാണോ അതോ അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുമോ? ഓട്ടോ പോപ്പുലേറ്റ് ആയിരിക്കും. ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഫോം സ്റ്റെപ്സ് 2 എണ്ണാണ് ചെയ്യാനുള്ളത്. ഒരു എക്സ്പെക്ടഡ് ടൈം, ഈ ഫോം ഫിൽ ഔട്ട് ചെയ്യാൻ ഒരു എക്സ്പെക്ടഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാറ്റ് 201 റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അവിടുന്ന് എക്സ്പെക്ടഡ് ടൈം 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ടൈം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ എക്സ്പെക്ടഡ് ഫീസ് ഫോർ ദിസ് സർവീസ്, ഇത് നമ്മൾ ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് നമുക്ക് വേറെ ചാർജ് ഒന്നും അടയ്ക്കേണ്ട, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ടാക്സിന്റെ ലയബിലിറ്റി മാത്രം അടച്ചാൽ മതി. ഫയലിംഗ് ചെയ്യുന്നതിന് വേറെ പേയ്മെന്റ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഇനി നമുക്ക് ഇവിടെ റിയൽ വെബ്സൈറ്റിനകത്ത് എങ്ങനെ ഫയൽ ചെയ്യാം, അതിന്റെ യൂസർ മാനുവൽ എന്തൊക്കെയാണെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് വർക്ക് ആവില്ല, നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ സർവീസ് ഡീറ്റെയിൽസും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിയിട്ട് ഇത് എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാലില്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. റിയൽ വെബ്സൈറ്റിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൺഫേം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് കൺഫേം കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് പോവാം. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിനകത്തായിരിക്കും നമ്മുടെ ഫോമിന്റെ ഫയലിങ്സ് വരിക. ഇവിടെ വാറ്റ് ഫയലിംഗ് പീരീഡ് തന്നിട്ടുണ്ട്, വാറ്റ് റിട്ടേൺ പീരീഡും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 1 മാർച്ച് 2025 മുതൽ മെയ് മന്ത് വരെയാണ്, 31 മെയ് മന്ത് വരെയാണ്. സെക്കൻഡ് ക്വാർട്ടറിലാണ്, മാർച്ച് ടു ഫെബ്രുവരി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ വാറ്റ് റിട്ടേണിന്റെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് അത് അപ്ലോഡ് ചെയ്ത് ഫയൽ ചെയ്യാൻ പറ്റും. അതൊരു രീതിയാണ്. നമ്മുടെ GSTയിലെ ഓഫ്ലൈൻ ടൂൾ വെച്ച് നമ്മൾ ചെയ്യുന്ന പോലെയാണ് വാറ്റിന്റെ ഈ ഒരു ഡൗൺലോഡ് ടെംപ്ലേറ്റ് വെച്ച് നമ്മൾ ചെയ്യാം. നമുക്ക് മാനുവലി അല്ലാതെ നമുക്ക് ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. വളരെ വലിയ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ നമുക്ക് 2 എമിറേറ്റ് വൈസ് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് ഇൻ അബുദാബി. സോ ഇവിടെ നിന്ന് അബുദാബിയിലെ ഡീറ്റെയിൽസ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്തേക്കാം. എമൗണ്ട് തന്നിട്ടുണ്ട്, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഈ കോമാസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് എമൗണ്ട് കൊടുക്കുക 5025. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എമൗണ്ടുകൾ ദർഹംസിൽ തന്നെയാണോ എന്ന് നോക്കണം, ഡെസിമൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കോമ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ കോമാസ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാതെ വരും. അതായത് നമ്മുടെ റുപ്പീസിനകത്ത് നമ്മൾ കോമാസ് കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കുന്നുണ്ടാവില്ല. അതൊരു ഇറർ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോമാസ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ദുബായിലുള്ള റേറ്റുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. എമൗണ്ട് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ തന്നെ ടാക്സും കോപ്പി ചെയ്യുന്നു. ടാക്സ് ഇവിടെ വാറ്റ് എമൗണ്ടിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സോ അമെന്റ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് വേറെ സ്റ്റേറ്റ്സിനകത്തൊന്നും നമുക്ക് സപ്ലൈ ഇല്ല, അതുകൊണ്ട് അത് കൊടുക്കണ്ട. അടുത്ത കാര്യമാണ് ടാക്സ് റീഫണ്ടുകൾ. ടൂറിസ്റ്റുകൾ എന്തെങ്കിലും ടാക്സ് റീഫണ്ടുകൾ നമ്മുടെ നടന്ന സെയിൽസിന്റെ ടാക്സ് റീഫണ്ട്സ് ടൂറിസ്റ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഡേറ്റാസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൽ റിയൽ സൈറ്റിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മുടെ റീഫണ്ടുകൾ പോയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എമൗണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നിലവിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. നെക്സ്റ്റ് കൊടുക്കാനുള്ളത് സീറോ റേറ്റഡ് സപ്ലൈ എത്രയാണ്, റിവേഴ്സ് ചാർജിന്റെ എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മുടെ ഉണ്ടോ, സപ്ലൈസ് സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ് പ്രൊവിഷൻസ്. നമ്മൾ നടത്തിയ സപ്ലൈയിൽ എന്തെങ്കിലും RCM ഇൻക്ലൂഡ് ആവുന്ന കേസ് ഉണ്ടോ, അതായത് നമ്മൾ നടത്തിയ ഏതെങ്കിലും സെയിൽസിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആണോ ടാക്സ് അടയ്ക്കുന്നത്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇനി സീറോ റേറ്റഡ് സപ്ലൈയുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ താഴെ സമ്മറിയിൽ സീറോ റേറ്റഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എക്സംപ്റ്റ് സപ്ലൈ. എക്സംപ്റ്റ് സപ്ലൈ ഇവിടെ നിൽ റേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഗുഡ്സ് ഇമ്പോർട്ടഡ് ടു UAE. അതാണ് നമ്മുടെ RCM നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഇമ്പോർട്ടിനകത്ത് വരുന്ന RCM ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ഗ്രേ കളറിൽ കൊടുത്തിട്ടുള്ളത്. തനിയെ ഫിൽ ആവേണ്ട ഡേറ്റ ആണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ നമുക്ക് എമൗണ്ടിൽ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് ടോട്ടൽ എമൗണ്ട് ബോക്സ് നമ്പർ 8 നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സപ്ലൈയുടെ ഡീറ്റെയിൽസ്, സീറോ റേറ്റഡ്, നിൽ റേറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈസ്, നോർമൽ, ടാക്സബിൾ സപ്ലൈസ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അതിന്റെ വാറ്റ് എമൗണ്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുക. ടാക്സ് റീഫണ്ടുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമ്പോർട്ടിന്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അമെന്റ്മെന്റുകളോ അഡ്ജസ്റ്റ്മെന്റ്സോ ഉണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫോമിന്റെ ഒരു പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിനകത്ത് ഇപ്പൊ നമ്മൾ എല്ലാം കൊടുത്തത് ഔട്ട്പുട്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി ഇൻപുട്ടിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാറ്റിന്റെ നമ്മുടെ എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളും നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്തെടുക്കാം. ഇഫ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ടാക്സബിൾ സപ്ലൈയോ അല്ലെങ്കിൽ ഒരു സീറോ റേറ്റഡ് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ അവൈലബിൾ ഇൻപുട്ടിന്റെ
നമുക്ക് ക്ലെയിമബിൾ ആയിട്ടുള്ള ഇൻപുട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അവിടുന്ന് ടോട്ടൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ പർച്ചേസ് എത്രയാണെന്നുള്ള ഇത് എമൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഇൻപുട്ട് കിട്ടാനുള്ള ടോട്ടൽ നമ്മുടെ സപ്ലൈ എത്രയാണോ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സെക്കൻഡ്. ഓക്കെ, അതിന്റെ ഇൻപുട്ട് വാറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. 4525 ആണ് എമൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ റിവേഴ്സ് ചാർജിന്റെ പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്ലൈസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാസും ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെപ്പറേറ്റ്ലി നമുക്ക് വേറെ ഡീറ്റെയിൽസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. അപ്പം ഈ 2 ഏരിയാസ് മാത്രമേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിൽ ഔട്ട് ചെയ്യാനുള്ളൂ. ബാക്കി ടോട്ടൽ എല്ലാം സിസ്റ്റം ജനറേറ്റഡ് ആണ്. ഇവിടെ ടോട്ടൽ വാല്യൂ ഫോർ ദ ടാക്സ്, ടോട്ടൽ വാല്യൂ ഓഫ് ടാക്സ് ഡ്യൂ ഫോർ ദ പീരീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ടോട്ടൽ നമുക്ക് എത്രയാണോ ഇൻപുട്ട് വാറ്റ് ഉള്ളത് അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി കയറി വരും. ഇതിന്റെ സെറ്റ് ഓഫ് നടത്തിയിട്ട് ബാക്കി എത്ര കൊടുക്കണം എന്നുള്ളതും ഇവിടെ സിസ്റ്റം നിങ്ങൾക്ക് കാണിക്കും. അപ്പൊ ഇത് നമ്മളും എന്ത് ചെയ്തേക്കാം, ഡേറ്റാസ് എടുത്ത് ഒന്ന് മാനുവലി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേക്കാം എത്രയാണ് വാറ്റ് അടയ്ക്കാനുള്ളത് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ കിട്ടിയെന്ന് വെരിഫൈ ചെയ്യാം. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ സെയിൽസിനകത്തും നമ്മൾ ടാക്സബിൾ സപ്ലൈ നടത്തുന്നതിനകത്ത് ഓരോ ഐറ്റം വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാ ടാക്സിന്റെ പേയ്മെന്റുകൾ ചെയ്യാം, നമ്മുടെ ടോട്ടൽ നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് മാർജിന്റെ ഇത്ര ശതമാനം 5% ആയിരിക്കും നമ്മൾ വാറ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടാവുക. അതിനെയാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ അതായത് പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിക്കുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സാധനം വിൽക്കാനായിട്ട് പോകുന്നത് 60,000 രൂപയ്ക്കും നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് 50,000 രൂപയാണ്. അപ്പൊ നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് അല്ല ദർഹംസ് അതിനകത്ത് വരുന്നുണ്ടല്ലോ. അതിന്റെ മേളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വാറ്റ് ചാർജ് ചെയ്ത് പോവുക. അല്ലാതെ ഒരു ഐറ്റം സെയിൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനല്ല നമ്മൾ വാറ്റ് പേയ്മെന്റ് നടത്തി പോകുന്നത്. അങ്ങനെ ഒരു സ്കീം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിനകത്താണോ വാറ്റ് അടയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. കറന്റ് നമ്മൾ ആ പ്ലാൻ ഒന്നും ഓപ്റ്റ് ചെയ്തിട്ടില്ല, നോർമൽ രീതിയിലാണ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇത് നോ കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ ലിറ്ററലി പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വാറ്റിന്റെ റിട്ടേണിനകത്ത് ചെയ്തു കൊടുക്കാനായിട്ടുള്ളൂ. ഇത് ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു കൺഫർമേഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡേറ്റാസും നമുക്ക് ഒന്നുകൂടി വ്യൂ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു ഡിക്ലറേഷനും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് അത് സബ്മിറ്റ് കൊടുക്കാം. അപ്പം ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു പേയ്മെന്റിന്റെ ഗേറ്റ് വേയിലേക്കായിരിക്കും. അവിടെ നമ്മുടെ ഇ ദർഹംസ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് ഈ ഒരു ടാക്സ് പേയ്മെന്റ് അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിലേക്കായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ആയി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പോകില്ല, പേയ്മെന്റ് ചെയ്തതിന്റെ ഒരു റെസീപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കണ്ടോ, ആ ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്തതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. അതാണ് നിങ്ങളുടെ റിട്ടേൺ ഫയലിംഗിന്റെ ആ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫയൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്ത് വെക്കുക. ക്ലിയർ ആണോ? നിങ്ങൾ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻസും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഒന്ന് ഫാൽക്കൺ ടെക്കിന്റെ വാറ്റിലേക്ക് രജിസ്ട്രേഷൻ എടുക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്തു കൊടുക്കണം. നോവ ടെക്കിന്റെ മന്ത്ലി അല്ല ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കണം. ചെയ്ത് നോക്കാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വാറ്റിന്റെ ഒരു കേസ് സ്റ്റഡി കൂടി വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ടാലിയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇതിന്റെ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ആ ഫയൽ ഒന്നും ഇവിടെ ഷെയർ ചെയ്ത് തരാം. വിസിബിൾ ആവുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടാലിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരാള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സൊഹാൽ സർക്കിൾ എന്നാണ് ബിസിനസിന്റെ പേര് വരുന്നത്. TRN നമ്പറും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 5 lakh dirhams വെച്ചിട്ടാണ്. ബിസിനസിന്റെ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അയാള് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അബുദാബി ഇസ്ലാമിക് ബാങ്കിനകത്താണ്. അതിൽ നിന്നും ഒരു 3 lakh എന്ത് ചെയ്തു dirhams അയാൾ എന്ത് ചെയ്തു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നുള്ള എൻട്രി കൊടുക്കുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നുള്ള എൻട്രി കൊടുക്കുക. ഇനി അഡ്വാൻസ് പെയ്ഡ് ടു അൽ മഹബൂബ് കമ്പനി 10,000 dirhams. ഓക്കെ, അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഈ പാർട്ടിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ മേ ബി നമ്മൾ അവരുടെ നിന്നായിരിക്കും ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്രെഡിറ്റർ ആയിരിക്കും. ഒരു സ്റ്റേഷനറി എക്സ്പെൻസസ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പർച്ചേസ് റെക്കോർഡ് ചെയ്യാനുണ്ട്. അൽ മഹബൂബ് കമ്പനിയുടെ നിന്ന് ഒരു പർച്ചേസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ദെൻ ക്രെഡിറ്റ് പർച്ചേസസ് വേറെ വരുന്നുണ്ട്. ക്യാഷ് സെയിൽസ് വരുന്നുണ്ട്. സാലറി പേയ്മെന്റ് വരുന്നുണ്ട്. ദെൻ അനദർ സെയിൽസ് വരുന്നുണ്ട്. അതിന്റെ സെറ്റിൽമെന്റുകൾ വരുന്നുണ്ട്. ദെൻ പാസ് സെറ്റ് ഓഫ് എൻട്രീസ്. സെറ്റ് ഓഫ് എൻട്രീസ് വാറ്റിന്റെ സെറ്റ് ഓഫ് എൻട്രി ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടാലിയിൽ ഇതിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ടാലി പ്രൈം ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ടേ. അപ്പൊ നിങ്ങൾ ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ UAE-യിലുള്ള ഒരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറഞ്ഞു തരാം. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാമല്ലോ അല്ലെ? ടാലി എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ കമ്പനിയുടെ പേര് കൊടുക്കുന്നു. സൊഹാൽ സർക്കിൾ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സ്റ്റേറ്റ് കൊടുക്കേണ്ടത് അബുദാബി ആണ്, UAE ആണ്. ഇവിടെ നിങ്ങൾക്ക് ദർഹംസ് മാറിയിട്ടുണ്ട്, കറൻസി സിമ്പിൾ മാറിയിട്ടുണ്ട്, മൊബൈൽ നമ്പറിന്റെ കൺട്രി കോഡും മാറിയിട്ടുണ്ട്. ഓക്കെ, ദെൻ കറണ്ട് ഇയർ ഫൈനാൻസ് ഇയർ വരുന്നത് 1st January 2026 ആയിരിക്കും. ആ 1st January തന്നെയാണ് നമ്മൾ ബുക്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 ഡേറ്റും സെയിം തന്നെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഓരോ ട്രാൻസാക്ഷൻസും ഈ കമ്പനിയിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന ലെഡ്ജർ ക്രിയേഷൻ ഒക്കെ നോർമലി നമ്മൾ എങ്ങനെയാണോ ടാലി ചെയ്യുക അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് ടാക്സിന്റെ ഡീറ്റെയിൽസ് എസ് ആക്കി കൊടുത്ത് TRN നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നോർമലി നമ്മൾ ടാലി പ്രൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിനകത്ത് ടാക്സേഷനകത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ അബുദാബി എന്നുള്ള എമിറേറ്റ് ID കൊടുക്കുന്നു, ടാക്സിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നു, അത് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അക്സെപ്റ്റ് ചെയ്ത് പോകാൻ എൻ്റർ കീ അടിച്ചാൽ മതി. അക്സെപ്റ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇതും എൻ്റർ അടിച്ച് നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കാം. ക്ലിയർ ആണോ? ഇനി ഓരോ ട്രാൻസാക്ഷൻസും നോക്കി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ടാലിയിൽ എൻട്രി ഇട്ട് കൊടുക്കാം. അപ്പൊ പർച്ചേസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? വൗച്ചേഴ്സ് എടുക്കുന്നു, പർച്ചേസ് വൗച്ചർ എടുക്കുന്നു. അവിടെ പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? ആ ഒരു പാർട്ടി ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവരുടെ കൃത്യമായ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അൽ മഹബൂബ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു അൽ മഹബൂബ് അണ്ടർ ക്രെഡിറ്റേഴ്സ്. അങ്ങനെ തന്നെ കൊടുത്തേക്കുക ക്രെഡിറ്റേഴ്സ്. അപ്പം ഇവിടെ നമുക്ക് അവരുടെ TRN നമ്പർ ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അഡ്രസ് ഒക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൺട്രോളെ കൊടുത്ത് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പർച്ചേസ് ലെഡ്ജർ നോർമലി നമ്മൾ എങ്ങനെയാണോ പർച്ചേസ് ലെഡ്ജർ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുക, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ടാക്സബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ടാക്സബിൾ 5% നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? ഇൻപുട്ടിന്റെ ആ ഒരു ലെഡ്ജറിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. തൽക്കാലം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഐറ്റം ആഡ് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓൾറെഡി എനിക്ക് എന്ത് വരും? ഈ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ആയി വരും. ഞാൻ ഈ ഒരു ഐറ്റം ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ ആണ്. സ്പ്ലിറ്റ് AC. നോയ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ടാക്സബിൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൺട്രോളെ കൊടുത്തേക്കാം. എത്ര ക്വാണ്ടിറ്റിയാ? 70. റേറ്റ് വരുന്നത് 100. ഇവിടെ നമ്മൾ GST ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വാറ്റിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഇവിടെ വരുന്നത് വാറ്റ് ആണ്. റൗണ്ടിങ് മെത്തേഡ് വേണ്ട, ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാവോ? ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾക്ക് പർച്ചേസും റെക്കോർഡ് ചെയ്യാം, സെയിൽസും റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തേക്കാം? എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് കറന്റ് ലയബിലിറ്റിയുടെ തൊട്ട് താഴെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കാണും. അത് നിങ്ങൾ
ഇൻപുട്ടും ഔട്ട്പുട്ടും എത്രയാ നോക്കിയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് എന്റെ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെയാണ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആകെ ഒരു കുറച്ച് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ചെയ്ത് കൊടുക്കില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് തന്നേക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ